നമസ്കാരം. രുചിരത്തിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ നമുക്ക് ഈവൻ ചോറിൻ്റെ കൂടെ വരെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടിട്ട് വന്നാലോ? ലെറ്റ്സ് ഗോ. ആദ്യം നമുക്കൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി കുറച്ച് മല്ലി, 3 വറ്റൽമുളക്, കുറച്ച് ജീരകം, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് എടുക്കുക. ഇതിനെ ഒരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ശേഷം 2 സവോള ചെറുതായി ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ 2 തക്കാളി ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവോളയാണ്. സവോള വലിയ പീസുകളായി കട്ട് ചെയ്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതും വലിയ പീസുകളായി കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചിയെ നമുക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്യാം. ശേഷം ഗാർലിക്കാണ് വേണ്ടത്. വെളുത്തുള്ളി ചെറിയ പീസുകളായി റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് അതും മാറ്റി വയ്ക്കാം. ശേഷം ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് പട്ട, ബേ ലീഫ്, ജീരകം, പെപ്പർ എന്നിവ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് ലേശം ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. സവോളയൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്യുക. അതും അതുപോലെ തന്നെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുക. തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാല, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ഒന്ന് ചൂടായി വരുമ്പോൾ നല്ല ചൂടുവെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരുന്ന മസാല കൂട്ടും അതുപോലെ വലുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള, ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് എന്നിവ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ അതുപോലെ നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് ഈ കറി സെർവ് ചെയ്യാം. നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നൈറ്റ് ഡിന്നറിന് വേണ്ടി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.